ഇന്ന് നമ്മൾ പഠിക്കുന്ന അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ 7ാമത്തെ സെഷനാണ്. അതിനകത്ത് നമ്മൾ പഠിക്കുന്ന കോർ ക്യാമ്പിയം. ലാറ്ററൽ മെരിസ്റ്റത്തില് നമ്മൾ വാസ്കുലാർ ക്യാമ്പിയം കണ്ടു, അതേപോലെ കോർ ക്യാമ്പിയം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. വാസ്കുലാർ ക്യാമ്പിയം നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് കോർ ക്യാമ്പിയം ആണ് പഠിക്കുന്നത്. കോർട്ടെക്സ് റീജിയനിൽ ഇരിക്കുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂനാണ് നമ്മൾ കോർ ക്യാമ്പിയം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, സ്റ്റെമ്മ് അതിന്റെ ഗിർത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ, വാസ്കുലാർ ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റി കൊണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ സ്റ്റീലിന്റെ റീജിയൻ വലുതായി വലുതായി വരും. അപ്പൊ അതിന്റെ ഔട്ടർ കോർട്ടെക്സ് ലെയറും എപ്പിഡെർമസ് ലെയറും ഒക്കെ കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ, അതിങ്ങനെ വലുതായി വലുതായി വരുന്ന ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വലുതായി വരികയാണ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ആ കോർട്ടെക്സ് റീജിയനും കൂടെ അതിന്റെ വിട്ട് കൂട്ടേണ്ടതായിട്ട് ആവശ്യമുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ പ്രൊട്ടക്റ്റീവ് സെൽ ലെയേഴ്സ് അതിന് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പുതിയൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാവേണ്ടി വരും. അപ്പൊ അത് വരാതെ കോർട്ടിക്കൽ റീജിയനും കൂടി എൻലാർജ് ചെയ്താലോ, ഈ സ്റ്റീൽ എൻലാർജ് ചെയ്ത് വരുമ്പോൾ അതിന് ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും കേട്ടോ. See, as the stem continue to increase in girth due to the activity of vascular cambium, the outer cortical and epidermal layers get broken and need to be replaced to provide new protective cell layers. അതുകൊണ്ട് തന്നെ sooner or later വേറൊരു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കോൾഡ് കോർ ക്യാമ്പിയം അല്ലെങ്കിൽ ഫെല്ലോജൻ ഡെവലപ്പ് ചെയ്യും കോർട്ടെക്സ് റീജിയനിൽ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കോർട്ടെക്സും എപ്പിഡെർമിസും പൊട്ടിപ്പോകുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നുപോലെ വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ വാസ്കുലാർ ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റി തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് ക്യാമ്പിയം അല്ലെങ്കിൽ മെരിസ്റ്റം ഡെവലപ്പ് ചെയ്യും. അത് കംപ്ലീറ്റ് സെക്കൻഡറി മെരിസ്റ്റ് ആണ് കേട്ടോ. കോർ ക്യാമ്പിയം എന്ന് പറയും, അല്ലെങ്കിൽ ഫെല്ലോജൻ. കോർ ക്യാമ്പിയം കോർട്ടെക്സ് റീജിയനിൽ ഉണ്ടാകുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂനെ കോർ ക്യാമ്പിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഫെല്ലോജൻ എന്ന പേര് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. കോർട്ടെക്സ് റീജിയനിലെ ഫെല്ലോജൻ അല്ലെങ്കിൽ കോർ ക്യാമ്പിയം ഡെവലപ്പ് ചെയ്യും. ഈ ഫെല്ലോജൻ എന്ന് പറയുന്ന കപ്പിൾ ഓഫ് ലെയേഴ്സ് തിക്കാണ്. 2-3 ലെയേഴ്സ് ഉണ്ടാവും ഫെല്ലോജന്റെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂന്റെ ആ ഒരു ലെയർ. അത് ഉണ്ടാക്കിയിട്ടുള്ളത് നാരോ ആയിട്ടുള്ള തിൻ വോൾഡ് ആയിട്ടുള്ള നിയർലി റെക്ടാങ്കുലർ സെൽസ് കൊണ്ടാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് നാരോ തിൻ വോൾഡ് ആൻഡ് നിയർലി റെക്ടാങ്കുലർ സെൽസ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ ഫെല്ലോജൻ വന്നിട്ട് സെൽസിന് 2 സൈഡിലേക്കും കട്ട് ഓഫ് ചെയ്യും. അതായത് ഫെല്ലോജൻ എന്ന് പറയുന്നത് ആ കോർക്ക് റീജിയനിൽ കാണുന്നതാണല്ലോ, അല്ലെങ്കിൽ കോർട്ടെക്സ് റീജിയനിൽ കാണുന്നതാണല്ലോ. അത് 2 ഭാഗത്തേക്കും എന്തിനെ കട്ട് ചെയ്യും? ഈ സെൽസിനെ കട്ട് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. ഇതാണ് കോർട്ടെക്സ് റീജിയനിൽ ഡെവലപ്പ് ചെയ്തേക്കുന്ന കോർക്ക് ക്യാമ്പിയം അല്ലെങ്കിൽ ഫെല്ലോജൻ എന്ന് പറയുന്നത്. ഈ കാണുന്ന നീല കളറിൽ കാണുന്നതാണ് കേട്ടോ ഫെല്ലോജൻ എന്ന് പറയുന്നത്. ഈ കാണുന്ന അല്ലെങ്കിൽ കോർ ക്യാമ്പിയം എന്ന് പറയുന്നത് ഈ നീല കളറിൽ കാണുന്ന സെൽസ് ആണ്. 2-3 കപ്പിൾ ഓഫ് ലെയേഴ്സ് ഉണ്ടാവും ഈ ഫെല്ലോജൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നാരോ തിൻ വോൾഡ് ആൻഡ് നിയർലി റെക്ടാങ്കുലർ സെൽസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഫെല്ലോജൻ 2 ഡയറക്ഷനിലും കട്ട് ചെയ്യും. ഒന്ന് ഇങ്ങോട്ടും കട്ട് ചെയ്യും, അതേപോലെ തന്നെ ഈ ഇന്നർ സൈഡിലേക്കും കട്ട് ചെയ്യും. ഔട്ടർ സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം എന്ന ഭാഗമായിട്ട് മാറും. ഔട്ടർ സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതേപോലെ ഇന്നർ സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സെക്കൻഡറി കോർട്ടെക്സ് അല്ലെങ്കിൽ ഫെല്ലോഡേം ആയിട്ട് മാറും. ഇന്നർ സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സെക്കൻഡറി കോർട്ടെക്സ് അല്ലെങ്കിൽ ഫെല്ലോഡേം ആയിട്ട് മാറുന്ന നമുക്ക് കാണാൻ പറ്റും. ഈ കോർക്ക് വന്ന് വാട്ടറിന് ഇംപെർമിയബിൾ ആണ് കേട്ടോ. അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ, ആ കോർക്ക് റീജിയനിൽ സുബറിൻ ഡെപ്പോസിറ്റ് ഉണ്ടാവും അതിന്റെ സെൽ വോൾ ഓഫ് ദ കോർക്ക്. ഇറ്റ് വിൽ ബി ഹാവിംഗ് സുബറിൻ ഡെപ്പോസിറ്റ്. സെക്കൻഡറി കോർട്ടെക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ റീജിയൻ പാരൻ കൈമാറ്റസ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ഫെല്ലോജനും അതേപോലെ ഫെല്ലമും അതേപോലെ ഫെല്ലോഡേം അല്ലെങ്കിൽ സെക്കൻഡറി കോർട്ടെക്സും ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് പെരിഡേം എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇത്രയും ഭാഗത്തിന് ചേർത്തിട്ട് നമുക്ക് പെരിഡേം എന്ന് റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പെരിഡേം എന്ന് പറയുന്നത് ഫെല്ലോജനും ഫെല്ലമും അതേപോലെ ഫെല്ലോഡേമും കൂടിയതാണ് പെരിഡേം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ കോർ ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റി കൊണ്ട് ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യും. എല്ലാ പെരിഫറൽ ലെയേഴ്സിലേക്ക് ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യും. അതായത് ഇവിടുന്ന് കോർ ക്യാമ്പിയം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരിക, അതുകൊണ്ട് എങ്ങോട്ടേക്ക് ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യും? പെരിഫറൽ റീജിയനിലേക്ക് ഒരു പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രഷർ കൊണ്ട്, ഫെല്ലോജന്റെ പുറത്തേക്ക് ഉണ്ടാകുന്ന ആ ഒരു പ്രഷർ കൊണ്ട് ആ ലെയേഴ്സ് ഡൈ ആയി അത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അത് കൊഴിഞ്ഞു പോവാൻ സ്ലഫ് ഓഫ് ആയി പോവും. കേട്ടോ. ഇനി ബാർക്ക് എന്ന് പറയുന്ന ഒരു നോൺ ടെക്നിക്കൽ ടേം ആണ്. അത് റെഫർ ചെയ്യുന്ന എന്തിനാണെന്നറിയോ? ഈ എപ്പിഡെർമൽ ടിഷ്യൂ മുതൽ കോർട്ടെക്സ് മുതൽ ഈ ഫെല്ലോജൻ, ഫെലം, ഫെല്ലോഡേം, അതേപോലെ തന്നെ ഈ എൻറ്റയർ കോർട്ടെക്സ്, അതേപോലെ എൻഡോഡെർമിസ്, പെരിസൈക്കിള്, ഇതൊക്കെ
ഒക്കെ കൂടി അത് കഴിഞ്ഞ് സെക്കൻഡറി ഫ്ലോയം വരെ ഉള്ള ഇതിനെയാണ്, അതായത് വാസ്കുലാർ ക്യാമ്പിയം വരെ ഇത്രയും പോർഷൻ, ഈ പിങ്ക് കളർ മുതൽ ഇവിടം വരെയുള്ള റീജിയനെ നമ്മൾ എന്ത് പറയാ, കോർക്ക് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. കോർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നോൺ ടെക്നിക്കൽ, കോർക്ക് അല്ല, ബാർക്ക് എന്ന് പറയുന്ന ഒരു നോൺ ടെക്നിക്കൽ ടേം ആണ് കേട്ടോ. കോർക്ക് എന്ന് പറയുന്നത് ഈ റീജിയൻ ആണ്. കോർക്ക് എന്ന് പറയുന്ന ഫെലം റീജിയൻ ആണ്, ഇതിന്റെ പുറത്തേക്ക് കാണുന്നത്. ബാർക്ക് എന്ന് പറയുന്നത് ഈ പുറത്തുനിന്നുള്ള ലെയർ മുതൽ വാസ്കുലാർ ക്യാമ്പിയം വരെ, അതായത് ഈ ക്യാമ്പിയം റിംഗ് ഉണ്ടല്ലോ, ഇതുവരെ ഉള്ള സെക്കൻഡറി ഫ്ലോയം ഉൾപ്പെടെയുള്ള അത്രയും ഭാഗത്തിന് നമ്മൾ പറയുന്ന നോൺ ടെക്നിക്കൽ ടേം ആണ് ബാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതായത് വാസ്കുലാർ ക്യാമ്പിയത്തിന് പുറത്തേക്ക് കാണുന്ന കംപ്ലീറ്റ് ഭാഗം, സെക്കൻഡറി ഫ്ലോയം ഉൾപ്പെടെ ഉള്ള ഭാഗത്തിനെ നമ്മൾ ബാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഈ ബാർക്ക് ഒരു നമ്പർ ഓഫ് ടിഷ്യൂ ടൈപ്സ് ഉണ്ട്, അതായത് പെരിഡേമും സെക്കൻഡറി ഫ്ലോയും ഒക്കെ ഉൾപ്പെടുന്ന. ഈ ബാർക്ക് ഇയർലി ഫോം ചെയ്യുന്നതിനെയാണെങ്കിൽ ഇയർലി അല്ലെങ്കിൽ സോഫ്റ്റ് ബാർക്ക് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് എൻഡ് ഓഫ് ദ സീസണിന്റെ എൻഡിലേക്ക്, സീസണിന്റെ അവസാനം ഫോം ചെയ്യുന്നതാണെങ്കിൽ ലേറ്റ് ഓർ ഹാർഡ് ബാർക്ക് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ബാർക്കിനകത്ത് ഏതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽ ലെയേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എപ്പിഡെർമൽ ലെയർ ഉണ്ട്, അതേപോലെ കോർക്ക് അല്ലെങ്കിൽ ഫെല്ലം ഉണ്ട്, അതേപോലെ കോർ ക്യാമ്പിയം അല്ലെങ്കിൽ ഫെല്ലോജൻ ഉണ്ട്, സെക്കൻഡറി കോർട്ടെക്സ് അല്ലെങ്കിൽ ഫെല്ലോഡേം അതിനകത്ത് വരുന്നതാണ്. പിന്നെ കോളൻ കൈമ സെൽസ് എന്ന് പറയുന്ന കോർട്ടെക്സിന്റെ ഭാഗമാണ്. പിന്നെ പാരൻ കൈമ സെൽസ് ഉണ്ട്. ഈ പാരൻ കൈമ സെൽസ് എന്ന് പറയുന്നത് എൻഡോഡെർമിസിന്റെ താഴത്തേക്ക് കാണുന്ന പെരിസൈക്കിൾ റീജിയൻ ഒക്കെയാണ്. അതേപോലെ തന്നെ സെക്കൻഡറി ഫ്ലോയും കൂടി ഉൾപ്പെടും. പ്രൈമറി ഫ്ലോയും ഉണ്ട്, സെക്കൻഡറി ഫ്ലോയും ഉണ്ട്. ഇത്രയും ഭാഗം കൂടിയതാണ് എന്ത്, ബാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ബാർക്കിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് ഏതൊക്കെയാന്ന് ഓർത്തിരുന്നോളാം കേട്ടോ. ഇനി ചില റീജിയനിൽ, സെർട്ടൻ റീജിയൻ ഫെല്ലോജൻ വന്നിട്ട് പാരൻ കൈമാറ്റ സെൽസ് ഔട്ടർ സൈഡ് കോർക്ക് സെൽസിനെ കട്ട് ചെയ്യുന്നതിന് പകരം ഔട്ടർ സൈഡിലേക്കുള്ള പാരൻ കൈമ സെൽസിനെ കട്ട് ചെയ്യുന്ന കാണാം. അതായത് ഫെല്ലോജൻ ഈ കാണുന്നതാണല്ലോ, ഈ ഫെല്ലോജൻ ഇവിടെ ഇരുന്ന് കട്ട് ചെയ്ത് ഇവിടെയുള്ള ടിഷ്യൂസ് ഉണ്ടാക്കുന്നതിന് പകരം ഇത് നേരെ ഈ ഭാഗത്തുള്ള പാരൻ കൈമ ടിഷ്യൂവിനെ കട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഈ പാരൻ കൈമ ടിഷ്യൂസിന്റെ നമ്പർ കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോർക്ക് സെൽസ് ഉണ്ടാവുന്നതിന് പകരം ഈ പാരൻ കൈമ ടിഷ്യൂസ് നേരെ റപ്ചർ ചെയ്ത് എപ്പിഡെർമിസിനെ റപ്ചർ ചെയ്യിപ്പിക്കും. എപ്പിഡെർമിസിനെ റപ്ചർ ചെയ്യിപ്പിച്ചാൽ അവിടെ ഒരു ലെൻസ് പോലെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ലെന്റിസെൽ എന്ന് പറയുന്നത്. ഈ ലെന്റിസെൽ ഗേഷ്യസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലെന്റിസെൽസ് ഗേഷ്യസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഔട്ടർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഗ്യാസസിനെ ഈ സ്റ്റെമ്മിലേക്ക് അലൗ ചെയ്യുന്ന ഈ ലെന്റിസെൽ വഴിയാണ് കേട്ടോ. അപ്പൊ ഇന്റേണൽ ടിഷ്യൂസ് ഓഫ് ദ സ്റ്റെമ്മിനൊക്കെ അറ്റ്മോസ്ഫിയറിക് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ലെന്റിസെൽ വഴിയാണ്. ഇത് വുഡി ട്രീസിലാണ് സാധാരണയായിട്ട് നടക്കുന്നത്. അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില റീജിയനിൽ ഫെല്ലോജൻ കോർക്കിനെ കട്ട് ചെയ്യുന്നതിന് പകരം അത് പെരിഫറിയിൽ ഇരിക്കുന്ന പാരൻകൈമ ടിഷ്യൂവിനെ കട്ട് ചെയ്യും. ഈ പാരൻകൈമ സെൽസിന്റെ നമ്പർ കൂടുകയും, അതായത് പാരൻകൈമ സെൽസിനെ ഡിവൈഡ് ചെയ്യും. ആ പാരൻകൈമ സെൽസിന്റെ നമ്പർ കൂടുകയും എപ്പിഡെർമൽ ടിഷ്യൂ വന്ന് ബ്രേക്ക് ആവുകയും അവിടെ ഒരു ലെൻസ് പോലെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുകയും ചെയ്യും. ഈ ലെൻസ് പോലെ ഉണ്ടാകുന്ന ഓപ്പണിങ്ങിന് നമ്മൾ ലെന്റിസെൽ എന്നാണ് പറയുന്നത്. ഈ ലെന്റിസെൽ ഗേഷ്യസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ കാണുന്ന പാരൻകൈമ സെൽസ്, ഇത് കട്ട് ചെയ്യുന്ന പാരൻകൈമ സെൽസ്, ശരിക്കും പറഞ്ഞാൽ ഇവിടെയായിരുന്നു അത് കട്ട് ചെയ്യേണ്ടത്. ഇത് എന്താണ്, പാരൻകൈമ സെൽസ് വിച്ച് ഈസ് നോട്ട് ആക്ച്വലി ഡു നോട്ട് ഹാവ് എനി മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയാണ്. അവിടെ ആ കട്ട് ചെയ്യപ്പെടുന്ന ചില റീജിയനിൽ പാരൻകൈമ സെൽസ് കട്ട് ചെയ്യുന്ന പറഞ്ഞില്ലേ, ആ സെൽസിന് പറയുന്ന പേര് കോംപ്ലിമെന്ററി സെൽസ് എന്നാണ് കേട്ടോ. അതാണ് ഇവിടെ കോംപ്ലിമെന്ററി സെൽസ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. സോ ദ പാരൻകൈമ സെൽസ് ഇറ്റ് വിൽ അണ്ടർഗോ ഡിവിഷൻ, ദാറ്റ് ഈസ് ദ കോംപ്ലിമെന്ററി സെൽ വിച്ച് ഈസ് അണ്ടർഗോ ഡിവിഷൻ ഡ്യൂ ടു ദ activity of this phellogen instead of this instead of കോർക്ക് സെൽസിന് പകരം ഈ പറയുന്ന പാരൻകൈമ സെൽസ് ചിലയിടത്ത് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ഡിവിഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ കോംപ്ലിമെന്ററി സെൽസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പിഡെർമൽ ലെയറിനെ പൊട്ടിക്കുകയും അവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടാക്കുകയും ചെയ്യും ലെൻസ് ഷേപ്പിൽ. അതിനെ ലെന്റിസെൽ എന്ന് പറയും. ലെന്റിസെല് ഗേഷ്യസ് എക്സ്ചേഞ്ചിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. കോർ ക്യാമ്പിയം. As the stem continues to increase in girth due to the activity of vascular cambium, the outer cortical and epidermis layers get broken and need to be replaced to provide new protective cell layers. Hence, sooner or later, another meristematic tissue called core cambium or phellogen develops, usually in the cortex region. Phellogen is a couple of layers thick. It is made of narrow, thin-walled and nearly rectangular cells. Phellogen cuts off cells on both the sides.
The outer cells differentiate into cork or phellum, while the inner cells differentiate into secondary cortex or phylloderm. The cork is impervious to water due to suberin deposition in the cell wall. The cells of secondary cortex are parenchymatous. Phellogen, phellum and phylloderm are collectively known as periderm. Due to the activity of the cork cambium, pressure build up on the remaining layers peripheral to the phellogen, and ultimately these layers die and slough off. Bark is non-technical term that is used non-technical term that refers to all tissues exterior to the vascular cambium, therefore including secondary phloem. Bark refers to a number of tissue types with periderm and secondary phloem. Bark that is formed early in the season is called early or soft bark. Towards the end of the season, that is late or hard bark, is formed. അതായത് നമ്മൾ പറഞ്ഞില്ലേ ഏർലി വുഡും ലേറ്റ് വുഡും പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഏർലി സീസണിൽ, അതായത് സ്പ്രിംഗ് സീസണിൽ ഫോം ചെയ്യുന്ന ആ ബാർക്ക്, അതായത് ക്യാമ്പിയം ആക്ടിവിറ്റി സ്പ്രിംഗ് സീസണിൽ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞില്ലേ, ആ സ്പ്രിംഗ് സീസണിൽ ഉണ്ടാകുന്ന ആ ഒരു കോർക്കിന് നമ്മൾ ഇയർലി അല്ലെങ്കിൽ ബാർക്കിന് നമ്മൾ ഇയർലി അല്ലെങ്കിൽ സോഫ്റ്റ് ബാർക്ക് എന്ന് പറയും. അതേപോലെ തന്നെ ലേറ്റ് ആയിട്ട്, അതായത് വിന്റർ സീസണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ബാർക്കിന് നമ്മൾ ലേറ്റ് അല്ലെങ്കിൽ ഹാർഡ് ബാർക്ക് എന്നാണ് പറയാം. സോഫ്റ്റ് അല്ലെങ്കിൽ ഹാർഡ് വുഡ് നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ early അല്ലെങ്കിൽ സോഫ്റ്റ് അല്ലെങ്കിൽ ഹാർഡ് ബാർക്ക് എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന കേട്ടോ. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽ, നെയിം ദ വേരിയസ് കൈൻഡ്സ് ഓഫ് സെൽ ലെയേഴ്സ് വിച്ച് കൺസ്റ്റിറ്റ്യൂട്ട് ദ ബാർക്ക്. ഇനി അറ്റ് സർട്ടൻ റീജിയൻസ്, നെക്സ്റ്റ് പാരഗ്രാഫ്, അറ്റ് സർട്ടൻ റീജിയൻസ് ദ phyllogen cut off closely arranged parenchymatous cells on the outer side instead of cork cells. These parenchymatous cells soon rupture the epidermis, forming a lens shaped opening called lenticel. ആ parenchymatous cellsനെയാണ് കോംപ്ലിമെന്ററി സെൽസ് എന്ന് പറയുന്നത് കേട്ടോ. Lenticels permit the exchange of gases between the outer atmosphere and the internal tissue of the stem. These occur in most woody trees. കേട്ടോ. അപ്പൊ അതിന്റെ ഡയഗ്രാണ് ഈ പറയുന്ന 610 കൊടുത്തിട്ടുള്ളത്. 610 ലെന്റിസെൽ ആൻഡ് ബാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് സെക്കൻഡറി ഗ്രോത്ത് ഇൻ ദ ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെം ആണ്. ഇനി നമുക്ക് ഡൈക്കോട്ട് റൂട്ടിന്റെ സെക്കൻഡറി ഗ്രോത്ത് ആണ് പഠിക്കാനുള്ളത്. അത് ഒരുപാട് കൊടുത്തിട്ടുള്ള ഒരു ചെറിയ പാരഗ്രാഫ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ സെക്കൻഡറി ഗ്രോത്ത് ഇൻ ദ ഡൈക്കോട്ട് റൂട്ട് പഠിക്കുമ്പോൾ നമുക്കറിയാം അവിടെ എന്തുണ്ടാവും, കോർട്ടെക്സ് റീജിയനിലുള്ള ക്യാമ്പിയോ ഉണ്ടാവും, അതേപോലെ തന്നെ വാസ്കുലാർ ക്യാമ്പിയോ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വാസ്കുലാർ ക്യാമ്പിയം നോക്കാം. സി ഹിയർ വാസ്കുലാർ ക്യാമ്പിയം, വാസ്കുലാർ ടിഷ്യൂസ് അറേഞ്ച് ചെയ്തേക്കുന്നത് എങ്ങനെയാ, റേഡിയലി അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഇതിന്റെ ഫ്ലോയാണ്, ഇത് ഇതിന്റെ സൈലാണ്. ഈ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും പെരിഫറിയിൽ കാണുന്നത് ഈ ഒരു ലെയർ അതിന്റെ പെരി സൈക്കിൾ ആണ് കേട്ടോ. ഇത് അതിന്റെ പെരി സൈക്കിൾ ആണ്. അതേപോലെ ഈ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിലായിട്ട് കാണുന്ന ചില ടിഷ്യൂസ് ഉണ്ട്. അതിനെ നമ്മൾ എന്താ പറയാ, കൺജക്റ്റീവ് ടിഷ്യൂ എന്നാണ് പറയാ. ഈ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ കൂടെ കാണുന്ന ടിഷ്യൂ കൺജക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പൊ ഇവിടെ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് ഈ വാസ്കുലാർ ക്യാമ്പിയം ഡെവലപ്പ് ചെയ്യുന്നത് സെക്കൻഡറി ആയിട്ടാണ്, കംപ്ലീറ്റ് സെക്കൻഡറി ആയിട്ടാണ്. അതായത് കൺജക്റ്റീവ് ടിഷ്യൂ പിന്നീട് ഡി ഡിഫറൻഷിയേഷൻ നടന്ന മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യും. പെരിസൈക്കിളും പിന്നീട് ഡി ഡിഫറൻഷിയേഷൻ നടന്ന മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൺജക്റ്റീവ് ടിഷ്യൂവും അതേപോലെ തന്നെ പെരിസൈക്കിളും കൂടിയിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത്, സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത്. വാസ്കുലാർ ക്യാമ്പിയം ആയിട്ട് ആക്ട് ചെയ്യുന്ന പെരിസൈക്കിളും അതുപോലെ തന്നെ കൺജക്റ്റീവ് ടിഷ്യൂവും കൂടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ സെന്റൻസ് ബൈ സെന്റൻസ് ഒന്ന് നോക്കാം. ഡൈക്കോട്ട് റൂട്ടിൽ വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത് കംപ്ലീറ്റ് സെക്കൻഡറി ഇൻ ഒറിജിൻ ആണ്. അതല്ലാതെ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം പ്രൈമറിയും ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം സെക്കൻഡറിയും സ്റ്റെമ്മിൽ കണ്ട പോലെയല്ല. ഇവിടെ കംപ്ലീറ്റ് സെക്കൻഡറി ഇൻ ഒറിജിൻ ആണ്. റേഡിയൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലാർ ബണ്ടിലാണ് ഇവിടെ കാണുന്നത്. 2 റേഡിയസിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ 2 റേഡിയസിൽ അറേഞ്ച് ചെയ്തേക്കുന്ന സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഇടയിൽ കൂടിയായിട്ടാണ് കൺജക്റ്റീവ് ടിഷ്യൂ കാണുന്നത് എന്ന് നമുക്ക് പറയാം ഇതിനകത്ത്. ഇനി ഫ്ലോയം ബണ്ടിൽസിന്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഈ എന്താണ് സെക്കൻഡറി മെരിസ്റ്റം ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണെന്നറിയോ, ഫ്ലോയം ബണ്ടിൽസിന്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന പെരിസൈക്കിൾ ടിഷ്യൂ എന്നാണ്. ഈ ഫ്ലോയം ബണ്ടിൽസിന്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന പെരിസൈക്കിൾ ടിഷ്യൂ എന്നാണ് എന്ത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, അതിന്റെ സെക്കൻഡറി മെരിസ്റ്റം ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഭാഗത്തെ കൺജക്റ്റീവ് ടിഷ്യൂ സെക്കൻഡറി മെരിസ്റ്റം ആയിട്ട് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. എന്നാലും നമ്മളൊന്ന് മനസ്സിലാക്കിയാണ് കൺജക്റ്റീവ്
ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന ടേം പഠിക്കുമ്പോൾ ആ കൺജക്റ്റീവ് ടിഷ്യൂ ശരിക്കും പറഞ്ഞാൽ സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് സെക്കൻഡറി മെരിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന, ലാറ്ററൽ മെരിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ആ കൺജക്റ്റീവ് ടിഷ്യൂവിന് ഡിഫറൻഷിയേഷൻ നടന്ന മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യും, അത് വിഡ്ത്ത് ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഫ്ലോയത്തിന്റെ നേരെ താഴെ കാണുന്ന പെരിസൈക്കിൾ റീജിയൻ ആണ് സെക്കൻഡറി മെരിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ പ്രോട്ടോസൈലത്തിന്റെ തൊട്ടു മുകളിൽ കാണുന്ന ടിഷ്യൂസും ഈ പറയുന്ന സെക്കൻഡറി മെരിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പ്രോട്ടോസൈലം ഫോമിങ് എ കംപ്ലീറ്റ് ആൻഡ് കണ്ടിന്യൂസ് വേവി റിംഗ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഈ പറയുന്ന പ്രോട്ടോസൈലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന പെരിസൈക്കിൾ റീജിയനും മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രോട്ടോസൈലം ടുവേഴ്സ് ദ പെരിഫറി, മെറ്റാസൈലം ടുവേഴ്സ് ദ സെന്റർ, എക്സ് ആർക്ക് അറേഞ്ച്മെന്റ് ആണെന്നും ഓർത്തിരുന്നോളാം കേട്ടോ. സി ഹിയർ ദാറ്റ് സെന്റൻസ് യു ജസ്റ്റ് റീഡ്. ഇറ്റ് originate from the tissue located just below the phloem bundle, a portion of pericycle tissue above the protoxylem forming a complete and continuous wavy ring which later becomes circular. അതായത് ഈ പ്രോട്ടോസൈലത്തിന്റെ നേരെ മുകളിൽ ഇരിക്കുന്നതും ഫ്ലോയത്തിന്റെ താഴെ ഇരിക്കുന്നതുമായിട്ടുള്ള പെരിസൈക്കിൾ റീജിയൻ, അവിടുത്തെ സെൽസ് ഡിഫറൻഷിയേഷൻ നടന്ന മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യുകയും അവിടെ അത് നമ്പർ ഓഫ് സെൽസ് കൂട്ടുമ്പോൾ അതിന്റെ വിഡ്ത്ത് ഒരു വേവി വേയില് അതിന്റെ വിഡ്ത്ത് കൂടുകയും പിന്നീട് അത് കംപ്ലീറ്റ് റിംഗ് ആയിട്ട് സർക്കിൾ ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. ഇനി ഫർദർ ഈവൻസ്, ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിൽ നടക്കുന്ന പോലെ തന്നെയാണ് ബാക്കി എല്ലാ ഇവൻസും. അതായത് കോർട്ടെക്സ് റീജിയനിൽ ഉള്ള ക്യാമ്പിയം റിങ് അത് ഫോം ചെയ്യുന്ന കോർ ക്യാമ്പിയൊക്കെ ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിലെ പോലെ തന്നെയാണ് ഡൈക്കോട്ടിലിഡിനസ് റൂട്ടിലും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എടുത്തിട്ടതാണ് കേട്ടോ. അതായത് എപ്പിഡെർമിസ് ലെയറും കോർട്ടെക്സും അതേപോലെ എൻഡോഡെർമിസ് ലെയറും അതിൻ്റെ ഉള്ളിലേക്ക് കാണുന്ന പെരിസൈക്കിൾ, ഈ പെരിസൈക്കിളിന്റെ അകത്തേക്ക് പെരിസൈക്കിൾ ഈ ഭാഗത്തൊക്കെ പെരിസൈക്കിൾ ഉണ്ട്, ഈ ഭാഗത്തും പെരിസൈക്കിൾ, പക്ഷേ ഇത് ഈ ഭാഗത്ത് കാണുന്ന കൺജക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ ഈ കൺജക്റ്റീവ് ടിഷ്യൂവും പെരിസൈക്കിൾ ഈ ഭാഗത്ത് കാണുന്നു ഒക്കെയും കൂടി കൂടിയിട്ട് മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യുമ്പോഴാണ് അതിന്റെ വിഡ്ത്ത് കൂടുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ കോർട്ടെക്സ് റീജിയനിലുള്ള ക്യാമ്പിയും അതിന്റെ വിഡ്ത്ത് കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിപ്പോൾ നമ്മൾ ഇത്രയും വാസ്കുലാർ ബണ്ടിൽസിന്റെ കാര്യം, വാസ്കുലാർ മെരിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു. അതല്ലാതെ ബാക്കി കോർ ക്യാമ്പിയൊക്കെ ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിന്റെ അതേ ആക്ടിവിറ്റി തന്നെയാണ് കാണിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് സി ഹിയർ ഒരു എന്താണ് എപ്പിഡെർമിസ് ലെയറും കോർട്ടെക്സും അതേപോലെ തന്നെ പ്രൈമറി ഫ്ലോയും ക്യാമ്പിയും എല്ലാം ക്യാമ്പിയൽ റിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പെരിസൈക്കിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രോട്ടോസൈലം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത്ര ക്ലിയർ ആവുന്നില്ല ഈ ഒരു ഡയഗ്രം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഞാൻ മറ്റൊരു ഡയഗ്രം ഇവിടെ എടുത്തിടാനുള്ള കാരണം കേട്ടോ. അപ്പൊ ഇത് നോക്കി പഠിക്കാൻ പറ്റുന്നുള്ളവർ പഠിച്ചോളാം. ഇതാണ് ഇതിന്റെ എപ്പിഡെർമിസ്, ഇതാണ് ഇതിന്റെ കോർട്ടെക്സ് റീജിയൻ. അതേപോലെ തന്നെ വാസ്കുലാർ ക്യാമ്പിയം വരുന്നത് ഈ ഭാഗത്താണ് വാസ്കുലാർ ക്യാമ്പിയം വരുന്നത്. വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത് കൺജക്റ്റീവ് ടിഷ്യൂ അതുപോലെ തന്നെ പെരിസൈക്കിളും കൂടി കൂടിയിട്ട് ഉള്ളതാണ്. പിന്നെ ഇതിന്റെ സെക്കൻഡറി ഫ്ലോയം എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത് ഈ ഭാഗമാണ്. അതുപോലെ പ്രൈമറി സൈലം എന്ന് പറയുന്നത് ഇതാണ്. സെക്കൻഡറി സൈലം ഫോം ചെയ്യുന്നത് ഈ ഭാഗത്തേക്കാണ് സെക്കൻഡറി സൈലത്തിന്റെ ഫോർമേഷൻ വരുന്നത്. ഇതിന്റെ കോർട്ടെക്സ് റീജിയൻ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ സെക്കൻഡറി ഗ്രോത്ത് ഇൻ റൂട്ട് നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡറി ഗ്രോത്ത് സാധാരണയായിട്ട് ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിലും റൂട്ടിലുമാണ് കാണുന്നത്. പിന്നെ ജിംനോസ്പേമിലും സെക്കൻഡറി ഗ്രോത്ത് കാണുന്നുണ്ട്. എന്നാൽ സെക്കൻഡറി ഗ്രോത്ത് തീരെയില്ല മോണോകോട്ടിലിഡിനസ് സ്റ്റെമ്മും റൂട്ടിലും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. The secondary growth in root. In the dicot root, the vascular cambium is completely secondary in origin. It originates from the tissue located just below the phloem bundles. A portion of pericycle tissue above the protoxylem forming a complete and continuous wavy ring which later becomes circular. Further events are similar to those already described above for a dicotyledonous stem. Secondary growth also occurs in stem and root of gymnosperms. However, secondary growth does not occur in monocotyledons. കേട്ടോ. അപ്പോൾ ഈ ഒരു സെഷനിൽ ഇത്രയേ ഉള്ളൂ. അതേപോലെ നമ്മുടെ ഈ ചാപ്റ്റർ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കംപ്ലീറ്റ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളണം കേട്ടോ.